എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ശേഷം സ്പോട്ട് അഡ്മിഷൻ ആണോ അല്ലെങ്കിൽ തേർഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ആണോ ഉണ്ടായിരിക്കുക എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. അപ്പോൾ ഇനി ഉണ്ടാവാനുള്ള സാധ്യത സ്പോട്ട് അഡ്മിഷനാണ്. കാരണം മുൻ വർഷങ്ങൾ നോക്കുന്ന സമയത്ത് ഇനി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ മാത്രമേ ഈ ഒരു തേർഡ് സപ്ലിമെൻ്ററി ഉണ്ടായിരിക്കുള്ളൂ. തേർഡ് സപ്ലിമെൻ്ററി ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ എന്താണ്, എങ്ങനെയാണ് സ്പോട്ട് അഡ്മിഷൻ വഴി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി എങ്ങനെ സ്പോട്ട് അഡ്മിഷൻ വഴി നിങ്ങൾക്ക് ഈ ഒരു ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അഡ്മിഷൻ നേടാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് hskap.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു വെബ്സൈറ്റിൽ ആ ഒരു സ്പോട്ട് അഡ്മിഷൻ സർക്കുലർ വന്നു കഴിഞ്ഞാൽ വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ശേഷമുള്ള വേക്കൻസി ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ പല സ്കൂളുകളിലും നിരവധി വേക്കൻസികളാണ് ഉള്ളത്. അത് ഈ ഒരു ട്രാൻസ്ഫറിന് മുമ്പുള്ള വേക്കൻസി നോക്കുമ്പോൾ തന്നെ പല സ്കൂളുകളിലും നിരവധി വേക്കൻസീസാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾക്ക് ആ ഒരു സമയത്ത് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് മുൻപ് ഓപ്ഷൻ നൽകിയിട്ടുണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. പുതുതായിട്ട് അപേക്ഷ നൽകാൻ അവസരം ലഭിക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ അങ്ങനെ അവസരം ലഭിക്കുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ വിദ്യാർത്ഥികളും പ്രത്യേകം ഈ ഒരു വെബ്സൈറ്റ് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് hskap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റാണിത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അതായത് പുതുതായിട്ട് അപേക്ഷ നൽകാൻ സാധിക്കുമെങ്കിൽ ഈ ഒരു ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു രീതിയിൽ പുതുതായിട്ട് അപേക്ഷ നൽകാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ആ ഒരു സമയത്ത് വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഈ ഒരു ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുണ്ടാകും. അവർക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം അതിനു മുമ്പായിട്ട് ആദ്യം തന്നെ നിങ്ങൾ വേക്കൻസി പരിശോധിക്കുകയും ഓരോ സ്കൂളിലും എത്ര വീതം വേക്കൻസീസ് ഉണ്ട്, അതുപോലെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്ന സ്കൂളുകൾ ഏതൊക്കെ കോഴ്സുകൾക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ കോഴ്സുകളിലേക്കും ഓപ്ഷനുകൾ നൽകാവുന്നതുമാണ്. അതുപോലെ വേക്കൻസി അനുസരിച്ചിട്ടായിരിക്കണം ഓപ്ഷനുകൾ നൽകേണ്ടത്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡും അതുപോലെ തന്നെ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് ആയിരുന്നു ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ല എന്നിവ നൽകി ലോഗിൻ ചെയ്യുക. പുതുതായിട്ട് അപേക്ഷ നൽകാൻ സാധിക്കുമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഈ ഒരു അപ്ലൈ ഫോർ സ്പോട്ട് അഡ്മിഷൻ എന്നുള്ള ഒരു ലിങ്ക് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷനിൽ വല്ല തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താവുന്നതാണ്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസൊക്കെ കൃത്യമായി പരിശോധിച്ച് സബ്മിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് ഓപ്ഷൻ നൽകാനുള്ള ഭാഗം വരും. അപ്പോൾ ഓപ്ഷൻ നൽകാനുള്ള ഭാഗത്ത് നിങ്ങൾ നേരത്തെയുള്ള ആ ഒരു വേക്കൻസി കൃത്യമായിട്ട് പരിശോധിച്ച് ആ ഒരു ഏതൊക്കെ സ്കൂളിലാണ് വേക്കൻസി ഉള്ളത്, അതുപോലെ വേക്കൻസി ഉള്ള കോഴ്സിലേക്ക് മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വേക്കൻസി ഉള്ള സ്കൂളിലേക്കും വേക്കൻസി ഉള്ള കോഴ്സും സെലക്ട് ചെയ്ത് ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ആഡല്ല സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആഡ് ബട്ടൺ ആണെങ്കിൽ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആഡ് ചെയ്യുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവിധ സ്കൂളുകളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ താല്പര്യമുള്ള ഏതൊരു സ്കൂൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു കോഴ്സിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഓപ്ഷനുകൾ നൽകി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവിധ സ്കൂളിലേക്കും വേക്കൻസി നോക്കിയിട്ട് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം ഉറപ്പുവരുത്തുക. അങ്ങനെ ഉറപ്പുവരുത്തിയ ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അവസാനം ഒരു പ്രിവ്യൂ പേജ് കാണാൻ പറ്റും. പ്രിവ്യൂ പേജ് ഒരു പച്ച കളറിലാണ് കാണാൻ സാധിക്കുക. അപ്പോൾ അതിൽ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും, അതായത് നിങ്ങളുടെ കാസ്റ്റ്, അതുപോലെ റിലീജിയൻ, അഡ്രസ്സ്, അതുപോലെ കാറ്റഗറി ഏതാണ് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും ഉണ്ടാകും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുക. എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്, അതുപോലെ നൽകിയുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് അല്ലേ, നൽകിയിട്ടുള്ള ഓപ്ഷനുകളൊക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഒരു കാര്യങ്ങളും തെറ്റില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ ഒരു നിങ്ങളുടെ പ്രിവ്യൂ പേജിൽ തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ഇതുപോലൊരു പെൻസിൽ ഐക്കൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ഭാഗം മാത്രം ആവശ്യമുള്ള എഡിറ്റുകൾ ചെയ്യാൻ സാധിക്കുന്നതാണ്.
അപ്പോൾ ഈ ഒരു രീതിയിൽ അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള എല്ലാവിധ എഡിറ്റുകളും ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും ഒരു തവണ കൂടി നിങ്ങൾക്ക് പ്രിവ്യൂ പേജ് കാണാൻ പറ്റും. വീണ്ടും അത് മുഴുവനായിട്ട് നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് മാറിയിട്ടുണ്ടോ, നിങ്ങൾക്ക് വേണ്ട സ്കൂളുകളിലൊക്കെ ഓപ്ഷൻ നൽകിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ഉറപ്പുവരുത്തുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റാണ്, നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സ്കൂളും കോഴ്സും ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യാനായിട്ട് ഫൈനൽ കൺഫർമേഷൻ ചെയ്യുമ്പോഴായിട്ട് ഇവിടെ ഡിക്ലറേഷൻ ബട്ടൺ ഉണ്ട്. അതായത് ഇവിടെ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും കറക്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളുടെ മകന്, അതായത് ഇപ്പോൾ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ പേരുണ്ടാവും, അതുപോലെ നിങ്ങളുടെ പേരുണ്ടാവും. അപ്പോൾ ആ ഒരു ഡിക്ലറേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം അവസാനം നിങ്ങൾ കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതായത് ഫൈനൽ കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നതോടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആവും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള പേജിലേക്ക് വരും. അപ്പോൾ അവിടെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അടുത്തതായിട്ട് ഏകദേശം ഈ ഒരു അപേക്ഷ സമയം കഴിഞ്ഞ ശേഷം പിന്നീട്, അതായത് അപേക്ഷ നൽകേണ്ട ടൈം കഴിഞ്ഞ ശേഷം ഏകദേശം അടുത്ത ദിവസം രാവിലെ തന്നെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അതായത് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം നിങ്ങൾ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ റാങ്ക് ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ആ സ്പോട്ട് അഡ്മിഷൻ എന്തായാലും ആ ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പേരുണ്ടാവും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഏത് ജില്ലയാണെന്ന് സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഏത് സ്കൂളാണ് സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഏത് കോഴ്സിലേക്കാണ് നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു രീതിയിൽ ക്രമമായിട്ട് നിങ്ങൾക്ക് ഏത് സ്കൂളുകളിലൊക്കെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത്, ഏത് കോഴ്സിലൊക്കെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്, എല്ലാ കോഴ്സുകളും ഇതേ രീതിയിൽ ചെക്ക് ചെയ്യുകയും അതുപോലെ തന്നെ വെബ്സൈറ്റിൽ തന്നെ വേക്കൻസി ലിസ്റ്റും ഉണ്ടാവും. അപ്പോൾ ആ ഒരു വേക്കൻസി ലിസ്റ്റും അതുപോലെ തന്നെ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു കോഴ്സിലെ ആ ഒരു സ്കൂളിലേക്ക് അപേക്ഷ നൽകിയുള്ള വിദ്യാർത്ഥികളുടെ ഒരു റാങ്ക് ലിസ്റ്റ് കാണാൻ സാധിക്കുകയും ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ സ്ഥാനം എത്രാമതാണ്, ആ ഒരു സ്കൂളിൽ എത്ര സ്ഥാനം സീറ്റ് ബാക്കിയുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്കൂളിൽ ഞാനിപ്പോൾ കമ്പ്യൂട്ടർ സയൻസിനാണ് വേക്കൻസി കണ്ടിട്ട് അപ്ലൈ ചെയ്തത്. അവിടെ 12 വേക്കൻസിയാണ് ആ ഒരു സ്കൂളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഒരു 13 അല്ലെങ്കിൽ 10 എന്നൊക്കെ കരുതുക. അപ്പോൾ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉണ്ട് എങ്കിൽ ഞാൻ ആ ഒരു സ്കൂളിൽ അന്നേ ദിവസം രാവിലെ 12 മണിക്ക് മുമ്പായിട്ട്, അതായത് ഉച്ചയ്ക്ക് 12 മണിക്കോ അല്ലെങ്കിൽ 11 മണിക്കോ മുമ്പായിട്ട് ആ ഒരു സ്കൂളിൽ എത്തിച്ചേരണം. അപ്പോൾ ഞാൻ ആ ഒരു സ്കൂളിൽ ഉച്ചയ്ക്ക്, അതായത് ഇന്ന ദിവസം ഉച്ചയ്ക്ക് 12 മണിക്കോ അല്ലെങ്കിൽ 11 മണിക്ക് മുമ്പായിട്ട് അവിടെ എത്തിച്ചേരണമെന്ന് പറയും. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ടൈമിനുള്ളിൽ ആ ഒരു സ്കൂളിലേക്ക് പോവുക. അതായത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ പല സ്കൂളുകളിലേക്കും നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ടാകും, പല കോഴ്സിലേക്കും വെച്ചിട്ടുണ്ടാകും. എല്ലാ കോഴ്സിൻ്റെയും റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിച്ച് നിങ്ങൾക്ക് എവിടെയാണോ കൂടുതൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും, ഇപ്പോൾ 12 വേക്കൻസി ഉണ്ടെങ്കിൽ എൻ്റെ റാങ്ക് ഒരു 9 ആണെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു 10 ആണെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടാകും. ഞാനിപ്പോൾ ബയോളജി സയൻസിന് ഓപ്ഷൻ വെച്ചു എന്ന് കരുതുക. അതായത് ഒരു സ്കൂളിൽ ഞാൻ ബയോളജി സയൻസിന് ഓപ്ഷൻ വെച്ചു. അവിടെ ഉണ്ടായിരുന്ന സീറ്റ് വേക്കൻസി 12 ആണ്. എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 10 ആണെന്ന് കരുതുക. 10ാം സ്ഥാനത്താണ് ആ ഒരു സ്കൂളിലെ ആ റാങ്കിൽ എൻ്റേത് ഉള്ളത്. അതുപോലെ മറ്റൊരു സ്കൂളിൽ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന വേക്കൻസി 5 വേക്കൻസിയാണ്. എന്നാൽ എൻ്റെ റാങ്ക് ഒരു 20 ആണെന്ന് കരുതുക. ഇനി അടുത്തതായിട്ടുള്ളത്, ഇപ്പോൾ ഞാൻ മറ്റൊരു സ്കൂളിൽ ബയോളജി സയൻസ് തന്നെ കൊടുത്തു. അവിടെ ഒരു 5 വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് അവിടുത്തേത് ഒരു 3 ആണെന്ന് കരുതുക. അതുപോലെ തന്നെ മറ്റൊരു സ്കൂളിൽ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് കൊടുത്തു. അതിനുശേഷം അവിടെയുള്ള വേക്കൻസി എന്ന് പറയുന്നത് 6 വേക്കൻസി ഉണ്ട്. എന്നാൽ എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഒരു 30 ആണെന്ന് കരുതുക. അതുപോലെ തന്നെ മറ്റൊരു സ്കൂൾ കൊമേഴ്സ് കൊടുത്തു. അതിനുശേഷം കൊമേഴ്സിലുള്ള സീറ്റ് എന്ന് പറയുന്നത് 3 സീറ്റാണ്. എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എവിടെയാണ്, അതായത് ഈ ഒരു ലിസ്റ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് 12 വേക്കൻസി ഉണ്ട്, 10 സീറ്റ്, 12 വേക്കൻസി ഉണ്ട്, 10ാമത്തെ റാങ്കാണ്. അപ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ 5 സീറ്റാണ് വേക്കൻസി ഉള്ളത്. ഇവിടെ നോക്കുന്ന സമയത്ത് 20ാമത്തെ റാങ്കാണ്. അപ്പോൾ അവിടെ കിട്ടാനുള്ള സാധ്യത വളരെയധികം കുറേ കുറവാണ്. ഇവിടെ ബയോളജി സയൻസിൽ 5 സീറ്റ് വേക്കൻസി ഉണ്ട്. എന്നാൽ എൻ്റെ റാങ്ക് 3ാം റാങ്കാണെന്ന് കരുതുക. അതുപോലെ തന്നെ ഇവിടെ കൊമേഴ്സിനാണെങ്കിൽ 6 സീറ്റ് ബാക്കിയുണ്ട്. അതേസമയം എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 30 അപ്പോൾ ആ ഒരു രീതിയിൽ ഓരോ സ്കൂളിലെയും റാങ്ക് വ്യത്യാസമുണ്ടാകും. അപ്പോൾ അതനുസരിച്ചും, അതുപോലെ ആ ഒരു റാങ്കിൽ നമ്മുടെ സ്ഥാനം എത്രാമതാണ്, അതുപോലെ അവിടെ എത്ര വേക്കൻസി ഉണ്ട്, ഇതൊക്കെ അനുസരിച്ച് ആ ഒരു സ്കൂളിൽ ഏത് സ്കൂളിലാണോ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത ഉള്ളത്
അതനുസരിച്ച് വിദ്യാർത്ഥികൾ ആ ഒരു സ്കൂളിൽ അഡ്മിഷനായിട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ പോകണം എന്ന് പറയും. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ കറക്റ്റായിട്ട് നിങ്ങൾ സ്കൂളിൽ എത്തിച്ചേരുകയും അങ്ങനെ സ്കൂളിൽ എത്തിച്ചേരുന്ന വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും അവിടുത്തെ വേക്കൻസിക്ക് അനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുകയുമാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സ്പോട്ട് അഡ്മിഷൻ ഉണ്ടായിരിക്കുക. ഏകദേശം ഒരു ദിവസം മാത്രമാണ് അഡ്മിഷൻ ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.